ഒന്നുമില്ല. പരീക്ഷണം ഇവിടെയാണല്ലേ? നല്ലൊരു വേദിയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ പഠിക്കുക വർക്ക് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. നാളെ റിസൈൻ ഇടും. സ്റ്റാൻഡപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ. നാളെ റിസൈൻ ഇടും. ഇവിടെ സ്റ്റാൻഡപ്പ് തുടങ്ങുന്നു, നാളെ റിസൈൻ ഇടും. അവനറിയാം ഇത് ഹിറ്റാണെന്ന്. അല്ല, എന്നെ റിസൈൻ ചെയ്യുന്നേ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. അല്ല, നമുക്ക് പറ്റിയ ജോലിയല്ല, അതുകൊണ്ട് ഇപ്പൊ പറ്റിയ എന്താ ജോലി ഇഷ്ടം? റിസൈൻ ചെയ്യണം. വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരിക്കുക അല്ലേ? ഇരിക്കുക, എന്തെങ്കിലും കഴിക്കാൻ വൈകുന്നേരം കയറി കിടന്നുറങ്ങ. രണ്ട് കൊച്ചുവർത്താനൊക്കെ പറയാ. നല്ല ജോലി അത്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഷെറിൻ. ഞാൻ വരുന്ന ഉദ്യമ്പേര് കണ്ടനാടെന്നാണ്. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങളുടെ ചുണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അയ്യേ, ഇത് തന്നെ. കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. മുഖമല്ല, ചുണ്ട്. ചുണ്ട് പങ്കിട്. ഇങ്ങനെ പിടിച്ചത് പങ്കില്ലെന്ന്. അത് വിട്. ഇരുണ്ടല്ലേ ഇരിക്കണേ? അല്ല കറുപ്പല്ലേ? ചെറിയ ഇത് കാണുമ്പോ നാട്ടുകാർ വിചാരിക്കണേ കഞ്ചാവാന്ന്. ഈ പിളി പേടിച്ചിട്ട് എനിക്ക് പബ്ലിക്കായിട്ട് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റണല്ലോ. കല്യാണത്തിന് പോലും പോകാൻ പറ്റണല്ലോ. ഞാൻ ഏത് കല്യാണത്തിന് എന്ത് പരിപാടിക്ക് എന്നാലും ഈ കൊഴിഞ്ഞ തൂവലാണെങ്കിൽ എനിക്ക് കള്ളവൻ എല്ലായിടത്തും ഉണ്ടാവും. ഒന്നും തോന്നരുത്. ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞ കേട്ടോ, ഒന്നും തോന്നരുത്. എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു പുള്ളി ഉണ്ടാവും. എന്നെ കാണുമ്പോ തന്നെ പുള്ളിക്ക് കുരുവട്ടും, പുള്ളി വർത്താനം പറയുന്നത് കഞ്ചാവാന്ന്. എപ്പോഴും നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇത് തന്നെ പറഞ്ഞു. ഞാൻ പക്ഷേ മുടി വളർത്തിക്കൊണ്ടായിരിക്കുന്നു. മുടി വെട്ടിയിട്ട് എന്ന് പിന്നെ തന്നെ കഞ്ചാവാട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മുടി വെട്ടിയത് കണ്ടില്ലേ, ഒരു മര്യാദയൊക്കെ ഉണ്ട്. പുള്ളി എവിടെ നിന്ന് വെക്കാം. അതൊക്കെ ഇരിക്കട്ടെ, ഉള്ള നിന്റെ കണ്ണെന്നാ ചുവന്നിരിക്കണേ. ഇത് ചിരിച്ചവരൊക്കെ എക്സസൈസ് വെക്കും കേട്ടാ, ഒരു സംശയമില്ലാതെ പൊക്കുന്നു, ഉറപ്പായിട്ടും പൊക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പെർഫോമൻസ്, ഇതുപോലൊരു വേദി എനിക്ക് ഇനി കിട്ടുമെന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെയൊക്കെ ചിരിയൊക്കെ കണ്ടിട്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നാട്ടുകാരോടും വീട്ടുകാരോടുമായിട്ടാണ്, ഉദ്യമ്പേരൂർ വാസികളോട്. ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റ് അല്ല. ഞാൻ ഡ്രഗ് അഡിക്റ്റ് അല്ല. പക്ഷെ ഡ്രഗ് അഡിക്റ്റുകളെ തിരിച്ചറിയാനുള്ള 3 വഴി എനിക്കറിയാം. ഒന്നാമത്തെ വഴി ഭയങ്കര മറവിയായിരിക്കും. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടുപേര് മറന്നു പോവാ, ബന്ധുക്കളുടെ പേര് മറന്നു പോവാ, ഈ കൂട്ടുകാരന്റെ പേര് മറന്നു പോലെ കഞ്ചാവാ. അതാണ് നേരത്തെ ഫസ്റ്റ് ചോദിച്ചത്. കൂട്ടുകാരന്റെ പേരൊക്കെ മറന്നു പോയാൽ കഞ്ചാവാ. ലൈക്ക് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് കൈയടിച്ച പേര് ഞാൻ ഓർത്ത പിന്നെ മറന്നു. അവന്റെ പേര് അനന്തു. അല്ല, ആയിത്തൻ. സോറി. ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൻ കർപ്പൂരം കത്തിച്ച് മണക്കണ്. മണത്തോണ്ട് അവൻ ഭയങ്കര എൻജോയ്മെന്റ് ഇല്ല. അവൻ അവന്റേതായിട്ടുള്ള ഒരു ലോകത്താ. അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് വയ്യ, നീ എന്തി കാണിച്ചോണ്ട് ഇവൻ എന്നെ നോക്കിയിട്ട് അളിയാ അവൻ ഹായ് ഇങ്ങനെ നിക്കുക. പ്രാന്തോ നാട്ടുകാരായിട്ട് ഞാൻ വേറെ വല്ലതും പറയും. പിന്നെ എന്നെ നോക്കിയിട്ട് അളിയാ അവൻ ഹായ്. വല്ലാത്തൊരുത്ത്. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയല്ല, അവനെ വളർത്തി വഷളാക്കി. ഇവൻ ചെറുപ്പം പോലെ റിബല. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ ദൃശ്യത്തിന് ഹിന്ദി വെർഷൻ അറിയാൻ പാടില്ല, അജയ് ദേവ്ഗൺ അഭിനയിച്ച എന്നെ മലയാളം ഡബ്ബിരുന്ന് കാണും. ധൈര്യം ഉണ്ടെന്ന് ആലോചിച്ചു. ഇവനെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഇവനെ കൊഞ്ചിച്ച് വഷളാക്കിയതാ. എന്റെ വീട്ടുകാരെ വളർത്തി വഷളാക്കി വെച്ചേക്കണേ. ശ്രദ്ധിച്ചോ, മക്കളെ ശ്രദ്ധിച്ചോ, വളർത്തി വഷളാക്കി വെച്ചേക്കുവാന്ന്. ഭയങ്കര ഇവന്റെ അപ്പം ഗൾഫിലാണ്, ഫിനാൻഷ്യലി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഇവന്റെ അമ്മ ഹൗസ് വൈഫാണ്, ഇവൻ ഒറ്റ മോനാണ്. കൊഞ്ചിച്ച് നശിപ്പിച്ച. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി സെക്യൂർഡാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗെയിം കളിക്കാനായിട്ട് ഇവന്റെ വീട്ടിൽ പോകണം. ഈ ഗെയിമിംഗ് കൺസോളൊക്കെ അറിയില്ല, PS4 ഇത് കളിക്കാനായിട്ട് ഇവന്റെ നമ്മുടെ വീട്ടിൽ ഇത് ചോദിച്ചാൽ മേടിച്ചു തരില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ പറയാം, നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അറിയാം നിനക്ക് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, പെങ്ങളുടെ കല്യാണം നടക്കട്ടെ. അല്ല, കുഴപ്പമില്ല, ചെരുപ്പിലാണ് നടന്നോളാം, പെങ്ങളുടെ കല്യാണം. വീട്ടുകാർക്ക് വീട്ടുകാരുടേതായിട്ടുള്ള ഒരു എക്സ്ക്യൂസാണ്. അപ്പൊ ഗെയിം കളിക്കാൻ ഞാൻ ഇവന്റെ വീട്ടിലാണ് പോണത്. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ്. ഇവൻ ദീവാങ്കോട്ടിൽ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നു, ചാഴ്ത്തിരിക്കുന്നു. ഞാൻ ഇവന്റെ അമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. കണ്ടു പറഞ്ഞ കണ്ണ ഫുഡ് റെഡി ആയിട്ട് വാ കഴിക്കാം. ഇവൻ പറഞ്ഞ ഫുഡ് വേണ്ട, ദേഷ്യത്തിൽ. എന്നെ പറഞ്ഞ അല്ലടാ നല്ല കറിയാ, നെണ്ടുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇവൻ പറഞ്ഞ ഫുഡ് വേണ്ടെന്നല്ലോ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് നേരെ കമന്ന് കിടന്ന് വഴക്കിട്ടിട്ട്. ഞാൻ നോക്കുമ്പോൾ ഇവന്റെ അമ്മ കിടന്ന് കരയാൻ തുടങ്ങി. ആ വിതുമ്പാണ് ഞാൻ നോക്കുമ്പോൾ. അത് ആംബുലൻസിന്റെ സൈറമാണ് എന്നും പറഞ്ഞ കാര്യമാണ്. പുള്ളിക്കാരത്തി പുള്ളിക്കാരി കറിഞ്ഞിട്ട് പറയാം, അമ്മയ്ക്ക് പേടിയായിട്ടും വെള്ളം, നീ ഇടിയായിട്ട് ഒന്നും കഴിക്കണല്ലോ, നീ ക്ഷീണിച്ചു പോയിന്ന്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ വഴക്കിട്ട് കമ്മന്നിടക്കൊണ്ട് ബാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്തായാലും ക്ഷീണിച്ചിട്ടില്ല, അവിടെ ഒരു ക്ഷീണമില്ല. പിന്നെ അവരെന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഉമ്മത്തുങ്ക പോലെ ഇരിക്കും അവന്റെ ബാക്ക്. 95 കിലോ ഉണ്ട് അവൻ, എന്നെക്കാളും മണ്ണുണ്ട്. ഇപ്പൊ പിന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങളുള്ള പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാതെന്ന് പറഞ്ഞാൽ തലവണെടുത്ത് തലവഴി പൊത്തി കിടക്കുവേ. മറ്റേ ചമ്മയൊക്കെ കിടക്കണമല്ലോ, സൈക്കോ ചമ്മി. ഇവന്റെ അമ്മ ഞാൻ നോക്കുമ്പോ എന്നെ കൊഞ്ചിക്കാൻ തുടങ്ങി. ആ ലിറ്ററലി എന്റെ കിളി നോത്തിപ്പോയി ആ സീൻ കണ്ടിട്ട്. ദേഷ്യപ്പെടുമ്പോ എന്റെ കണ്ണനെ കാണാൻ എന്ത് ക്യൂട്ടല്ലേന്ന് അവനെ കാണാൻ. എന്റെ കിളിയും കിളിക്കൂടും നോത്തിപ്പോയി. എനിക്ക് അന്നൊരു പ്രപഞ്ച സത്യം മനസ്സിലായി.
നമ്മുടെ അമ്മമാരോട് ദേഷ്യപ്പെട്ടാൽ അവർ നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി. അവിടുത്തെ അംഗംവേട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിട്ട് പോയി. നേരെ ഒന്ന് ദീവാങ്കൂട്ടിട്ട് കമന്ന് കെട്ടി കിടന്നു, TV ഓണാക്കി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു എൻ്റെ പൊന്നം വെച്ചി കുട്ടാ ചോറ് കഴിക്കാനുള്ള എന്ന് ചോദിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റ്. ഞാൻ തിരിഞ്ഞു നോക്കി, ആരും എന്നെ മൈൻഡ് ചെയ്യാനുള്ള എൻ്റെ വീട്ടിൽ. ഒരു പട്ടിക്കുറുക്കിനും മൈൻഡ്. ഞാൻ നോക്കുമ്പോൾ അങ്ങ് വിദൂരതയിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് എൻ്റെ അമ്മ സവാള അരിയുണ്ട്. ഇത് നടന്നോണ്ടിരിക്കും അവിടെ നിന്ന് അപ്പൂപ്പൻ ഇങ്ങോട്ട് കിടക്കണം, ഇവിടെ നിന്ന് അമ്മൂമ്മ അപ്പൂപ്പനെയും തെറി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കിടക്കണം. ഒരു പ്രാന്താലയം സെറ്റപ്പ്, വീടല്ല അത്. എന്റെ മൂഡ് മൊത്തം പോയി. ആരും എന്നെ മൈൻഡ് ചെയ്യാനുള്ള. അപ്പൊ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഞാൻ സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി. മൈൻഡ് അവിടെ നിന്ന് അമ്മ എന്തിയടാ, ഞാൻ ഗ്യാസ് കയറിയെന്ന്. വെളുത്തുള്ളി എടുത്ത് കഴിക്കാം, ഗ്യാസ് കയറി. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, ഞാൻ ഉച്ചപോലൊന്നും കഴിച്ചല്ലോ, അപ്പൊ അതിന്റെ വിശന്നിട്ടാന്ന്. എന്നാ പോയി ചോറെടുത്ത് കഴിക്കും. അതിന് എനിക്കറിയാൻ പാടില്ല വിശന്നാ ചോറ് കഴിക്കണം എന്നുള്ള കാര്യം. ചോറെടുത്ത് കഴിക്കാൻ. ഞാൻ പറഞ്ഞേ എനിക്ക് ചോറൊന്നും വേണ്ട. ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ, മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഞാൻ വഴക്കിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ വരും എൻ്റെ അമ്മ കണ്ണൻ ക്ഷീണിച്ചു പോയി എന്ന് പറയാനായിട്ട്. ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റ്. ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ അമ്മേനോടെ കാണാനില്ല. അടുക്കളയിൽ ലൈറ്റ് ഇട്ടുണ്ട്. എനിക്ക് എന്തെന്നില്ല, അത് ആക്ച്വലി വർക്കൗട്ടായി ആ സീൻ. ഞാൻ അമ്മയോട് വഴക്കിട്ട് അമ്മ എനിക്ക് വേണ്ടി ഫുഡ് എടുക്കാൻ പോയിക്കോന്നു. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. അമ്മ എന്ത് ഫുഡ് എടുക്കണേന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി പറഞ്ഞാൽ പതുക്കെ പമ്മി നടന്ന് അടുക്കളപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കഞ്ഞിക്കലത്ത് വെള്ളം ഒഴിച്ചത് ഫ്രിഡ്ജിട്ട് കയറ്റി വെച്ചു. അതുകൊണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ ഒന്നും കഴിക്കാനുള്ള പോയി കിടന്ന് ഉറങ്ങിക്കോളെ. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വിശക്കണുണ്ട്. JCB പോലെ 2 കൈ ചെവിട്ടമ്പാട് എടാ കാല വിശക്കണുണ്ടെന്ന് പറയാം. ഞാൻ അമ്മമാരോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം തർക്കിച്ച എന്തായാലും അവസാനം ജയിക്കണം അമ്മമാരെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇവരുടെ ആ മാന്ത്രിക തണ്ടിൽ എഴുതിയ 3 വാക്കുകളുണ്ട്. നമ്മളവരെ തർക്കിച്ച് തോപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ 3 വാക്കെടുത്ത് മുഖത്തായിട്ട് വലിച്ചെറിയും. ആ പറടാ, ജനിപ്പിച്ച അമ്മേനെ തന്നെ പറ. ഇതിനു വേണ്ടിയാണല്ലോ നിന്നെ 9 മാസം ചുമന്ന് പറ്റത്. കഴിഞ്ഞോ? നമ്മൾ പ്രസവിച്ചിട്ടില്ല, നമ്മൾ ചുമന്നിട്ടില്ല. നമുക്ക് ഇവരോട് ഒന്നും പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞ, അമ്മേ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. അതിന്റെ റിപ്ലൈ ഇതിലും വലിയ കോമഡിയാ. കുറെ കൂടെ അമ്മേനെ തരി പറ, പിന്നെ എങ്ങനെ നീ പ്രസവിക്കും? പക്ഷെ കാര്യം ഇതൊക്കെ ആണെങ്കിലും ഞാൻ രാത്രി വൈകി കഴിഞ്ഞാൽ വീട്ടിട്ട് വരാൻ കാര്യം ഇങ്ങനെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പൊക്കെ ആണെങ്കിലും രാത്രി ഞാൻ വീട്ടിട്ട് വരാൻ വൈകി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വരുന്ന കോൾ എൻ്റെ അമ്മയുടെയാണ്. അത് ഹാൻഡ്സ് ഓഫ് ടു എല്ലാ അമ്മമാരും, എടുക്കുന്ന എല്ലാ അമ്മമാർക്കും. കാരണം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഞാൻ വൈകി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഫോണിൽ റിങ് അടിക്കും. എൻ്റെ അമ്മച്ചിയുടെ കൊടുക്കും. ഹലോ, എവിടെയാണ് തെണ്ടി? ഞാൻ പുറത്താ. ഇങ്ങനെ തുഴഞ്ഞിങ്ങ് എത്താറായില്ലേ? ഞാൻ എത്താം. ഇവിടെ ഗേറ്റ് അടയ്ക്കാനുള്ള ഞങ്ങൾക്ക് കഞ്ഞിക്കാലത്തെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ദാറ്റ്സ് ഫോർ മൈ കേസ്. താങ്ക് യു ഫോർ